മഞ്ഞ് വീണ് കിടക്കുന്ന നോർവേ കണ്ടിട്ടുണ്ടോ? നോർവേയിലാണ്. നോർവേയിലെ അലസുണ്ട് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഒരു 2 മണിക്കൂർ ബ്രേക്ക് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടി പുറത്തിറങ്ങിയതാണ്. മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. ബോട്ടുകളൊക്കെ മൂടിയിട്ടേക്കുവാണ്. കണ്ടോ, മഞ്ഞ് വീണ് കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട്. സമയം രാവിലെ 10 മണിയാണ്. പക്ഷേ ഈ ഒരു ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു 6 മണിയുടെ പ്രതീതിയാണ്. നല്ല തണുപ്പുണ്ട്. ഗ്ലൗസ് ഇട്ടിട്ട് പോലും ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. എൻ്റെ കൈയൊക്കെ മരച്ച്. മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ നോർവേയിലെ കെട്ടിടങ്ങളും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇവരും ഈ കെട്ടിട നിർമ്മാണത്തിലൊക്കെ ഏകദേശം ഒരു സാമ്യത ആണ് എപ്പോഴും ഉള്ളത്. എല്ലാ കെട്ടിടങ്ങൾക്കും നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരേപോലെ ആണല്ലോ എന്ന് തോന്നും. നല്ല ഭംഗിയാണത് കാണാൻ തന്നെ. ഇതുണ്ടോ, കെട്ടിടങ്ങളുടെ ബാൽക്കണി ഉണ്ടോ? രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയവരാന്ന് തോന്നുന്നു. അതോ ഇനി എന്തോ വാങ്ങാൻ ഇറങ്ങിയതാന്ന് തോന്നുന്നു. അത് കൂടെ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി നോക്കാം എന്താണ് കാഴ്ച തോന്നുന്നത്. റോഡിലെല്ലാം മഞ്ഞ് വീണ് കിടപ്പുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴും. ഒരു നാച്ചുറലായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ കണ്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു രാജ്യമാണ് നോർവേ. ഭയങ്കര എക്സ്പെൻസീവാണ് ജീവിക്കാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജോലിക്കൊക്കെ അതുപോലെ തന്നെ നല്ല ശമ്പളവും ഉണ്ടെന്നാണ് തോന്നുന്നത്. കേരളത്തിൽ നിന്നുള്ള നമ്മളെപ്പോലുള്ളവരെ സംബന്ധിച്ച് ഇത്തരം രാജ്യങ്ങളിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് കാലാവസ്ഥ, പിന്നെ ഭംഗിയാണ്, നല്ല ഭംഗിയാണ് ജീവിക്കാൻ. നല്ല ശമ്പളം ഉണ്ടാവും. ജോലി ചെയ്യാനായിട്ട് നല്ല ശമ്പളവും ഉണ്ടാവും. പക്ഷേ തണുപ്പ് അതൊരു രക്ഷയില്ല. രാവിലെ തന്നെ ഇവിടുത്തെ ഏതോ ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന വണ്ടിയാണ്. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഞാനിവിടെ ഒരു നൈസ് വ്യൂ കണ്ടത്. നല്ല ഭംഗിയല്ലേ കാണാൻ. സൺറൈസാണ്. അവിടെ ദൂരെയായിട്ടൊരു ലൈറ്റ് ഹൗസും കാണാം. നല്ലൊരു സിനിമാറ്റിക് വിഷ്വലാണത് കേട്ടോ. ഈ സൈഡിലൂടെ ഞാൻ പതുക്കെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പോയി നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞാനിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെ അധികം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഒന്ന് കാലാവസ്ഥ തന്നെയാണ് പ്രശ്നം. നല്ല തണുപ്പായിരിക്കും വരുമ്പോഴെല്ലാം. നല്ല തണുപ്പത്ത് പുറത്തിറങ്ങാനായിട്ടുള്ള മടി കാരണം അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല.
ദൂരെ മൂൺ കണ്ടോ, ചന്ദ്രൻ ഭംഗിയല്ലേ കാണാനായിട്ട്. എൻ്റെ കുറച്ച് പുറകിൽ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. പക്ഷേ സൗണ്ട് എന്തെങ്കിലും ആവട്ടെ, ഈ ഒരു വ്യൂ കണ്ടോ. മഞ്ഞ് മൂടി കിടക്കുന്ന മലകളും, എന്തൊരു തണുപ്പെന്നറിയാം. കൈയാണ് മരച്ചിട്ട് രക്ഷയില്ല. പൊതുവെ വലിയ ആൾത്തിരക്കും ബഹളവും ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് നോർവേ. കാം ആൻഡ് ക്വയറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, ഒത്തിരി ക്രൗഡഡ് അല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു രാജ്യങ്ങളിലൊന്നാണ് നോർവേ. ആ ഒരു വ്യൂ കണ്ടോ, ക്യാമറ എവിടേക്ക് വെച്ചാലും നല്ല ഫ്രെയിമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അത് തന്നെയാണ് നോർവേയുടെ ഒരു പ്രത്യേകതയും. ഈ ഞാനിപ്പോൾ ഉള്ളത് അലസുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതൊരു മുനിസിപ്പാലിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നോർവേയിൽ ഒത്തിരി നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്ലാം എന്ന് പറഞ്ഞൊരു സ്ഥലം, ഓൾഡൻ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഞാൻ പോയിട്ടുണ്ട് അതിലെല്ലാം, പക്ഷേ ഞാൻ അന്നൊന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. മഞ്ഞ് വീണ് കിടക്കുന്ന ആ മലയിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഉള്ളൊരു തിളക്കം കണ്ടോ, ഒരു സ്വർണ്ണ കളർ പോലെ. എൻ്റെ കൈയൊക്കെ തണുത്തിട്ട് മരച്ച് നന്നായിട്ട് ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല. ലെഫ്റ്റ് ഹാൻഡിൽ ഇട്ടിട്ടുണ്ട്, ഇടത് കയ്യിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ വലത് കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് നല്ല വേദനയുണ്ട്. പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യണം.
ഞാൻ പതുക്കെ തിരിച്ച് ഷിപ്പിലേക്ക് പോവാണ്. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.